സ്വാദിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയും വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എങ്ങനെയാണ് നീർദോശ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം ഒരു കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകി മിനിമം 3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 3 മണിക്കൂറിന് ശേഷം വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞ് ഇതൊരു മിക്സിയുടെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഇത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അരി അളന്ന അതേ കപ്പ് തന്നെയാണ് തേങ്ങ അളക്കാനും വെള്ളം അളക്കാനും ഉപയോഗിക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ അരഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമെങ്കിൽ 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് ഒന്നുകൂടി പൾസ് ചെയ്തെടുക്കണം. ജീരകം അരിയുടെ കൂടെ നല്ലതുപോലെ അരയേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതുമാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ ബാക്കി കപ്പിലുണ്ടായിരുന്ന 1/2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലിട്ട് കഴുകി ഒഴിച്ചു കൊടുക്കാം. കൂടാതെ 1 കപ്പ് വെള്ളം കൂടെ മിക്സിയുടെ ജാർ കഴുകി ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് 1 ടീസ്പൂൺ മതിയാവും. അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം മാവിന്. അതുകൊണ്ടാണ് ഇതിനെ നീർദോശ എന്ന് പറയുന്നത്. ഇനി പോരെങ്കിൽ നമുക്ക് നോക്കി ചേർത്ത് കൊടുക്കാം. ഇനി പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ പാൻ ചൂടാവുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് ചുറ്റിച്ച് അടച്ചു വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈ ആയിരിക്കണം. ഇനി 1 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ദോശ പാനിൽ നിന്നും എടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ദോശ പാനിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഹോൾസ് ദോശയ്ക്ക് കുറവുമാണ്. അതിനർത്ഥം മാവ് ഒഴിച്ചപ്പോൾ പാനിന് ചൂട് പോരാ എന്നതും ഹോൾസ് കുറയാൻ കാരണം വെള്ളം അല്പം കൂടിയാകാം എന്നുള്ളതുമാണ്. നമുക്കിനി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ദോശ ഉണ്ടാക്കി നോക്കാം. ഇതാ ഇപ്പോൾ ദോശ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയെല്ലാം ചുട്ടെടുക്കാം. മാവ് പാനിൽ ഒഴിച്ച് 1 മിനിറ്റ് അടച്ചു വെക്കുന്നതിന് പകരം 1.5 to 2 മിനിറ്റ് അടച്ചു വെച്ചാൽ നമുക്ക് ദോശ ഒന്ന് മൊരിഞ്ഞു കിട്ടും. പിന്നെ പാനിന് പകരം ദോശക്കല്ല് ഉപയോഗിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ദോശമാവ് ഒഴിക്കുന്നതിന് മുമ്പ് എണ്ണ തടവാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. മുട്ടക്കറി, ചിക്കൻ കറി, ഫിഷ് മപ്പാസ്, വെജിറ്റബിൾ കുറുമ, പൊട്ടാറ്റോ മസാല എല്ലാം നീർദോശയ്ക്ക് നല്ല കോമ്പിനേഷനാണ്. സമയമില്ലെങ്കിൽ ചട്നിയും ഒരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. Thank you.